ഹരി ഓം. എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ അറിവിന്റെ ലോകത്തിലേക്ക് കടക്കുകയാണ്. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് അറിവിന്റെ ലോകത്തിലേക്ക് കടക്കുന്ന കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഹരിശ്രീ ഗണപതയെ നമ എന്ന് ആചാര്യനിൽ നിന്ന് അരിയിലെഴുതിച്ചും തേനിൽ മുക്കി സ്വർണം കൊണ്ട് നാക്കിലെഴുതിച്ചും കുട്ടികൾ അറിവിന്റെ ലോകത്തിലേക്ക് കടക്കുന്നു. ഹരിശ്രീ കുറിക്കുക അഥവാ എഴുത്തിനിരുത്തൽ എന്ന ചടങ്ങ് നമ്മുടെ കേരളത്തിൽ നടന്നുവരുന്ന വിജയദശമി ആഘോഷമാണ്. എന്താണ് ഈ ആഘോഷത്തിന്റെ ഒരു ശാസ്ത്രീയത എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടുവേണം നമ്മുടെ തലമുറയിലേക്ക് ഈ ഹരിശ്രീ കുറിക്കൽ ചടങ്ങിന്റെ മഹത്വം പകർന്നു കൊടുക്കാൻ. നാം പലപ്പോഴും നമ്മുടെ മുൻ തലമുറ ചെയ്തു എന്നതിന്റെ പേരിൽ അടുത്ത തലമുറയും അതുപോലെ അറിയാതെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, കഥ അറിയാതെ ആട്ടം കാണുക എന്ന അവസ്ഥയിലേക്ക് ആവരുത്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ഹരിശ്രീ കുറിക്കുന്നതെന്ന്. ആ വാക്കുകൾ നോക്കൂ നിങ്ങൾ. ഹരി ശ്രീ ഗണപതയെ നമ. ഓം അനശ്വരമായ ഈശ്വരശക്തി, അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതുമയുള്ളതാക്കി ഉന്നതങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ ഹരി എന്ന് ആദ്യം എഴുതുമ്പോൾ ഹ എന്ന അക്ഷരത്തിന് ഹരിക്കുക, നമ്മൾ ഈവൻ മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ഹരിക്കുക, അതായത് ഇല്ലാതാക്കുക, കുറയ്ക്കുക, നശിപ്പിക്കുക എന്നൊക്കെ, ഹനിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഹ പൊതു ഉപയോഗിക്കുക. അപ്പൊ ഹ എന്ന അക്ഷരം കൊണ്ട് നാം ഇല്ലാതാക്കണം. ആരെ ഇല്ലാതാക്കേണ്ടത്? രി എന്നാൽ രിപു, ശത്രു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശത്രുക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പലതിനോടുമുള്ള ആസക്തി, ക്രോധം, ദേഷ്യം, വെറുപ്പ്, അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള രിപുക്കളായ ദുർബല വികാരങ്ങളെ, ഇതാണ് മഹിഷാസുരൻ എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ശത്രുവിനെ തോൽപ്പിക്കൽ അത്ര എളുപ്പമല്ല. അപ്പൊ ഇതിനെ തോൽപ്പിക്കുന്ന ഒരാൾക്ക് ശ്രീ ഐശ്വര്യമുണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ എങ്ങനെ ഈ ശത്രുവിനെ തോൽപ്പിക്കും? ഗണപതയേ നമ. ഗണപതി എന്ന് പറയുന്നത് പൊതുവെ ദൈവസങ്കല്പത്തിൽ നമ്മൾ ഗണപതി എന്ന സങ്കല്പത്തെ, നമ്മുടെ മനസ്സിൽ വരുന്ന ആനയുടെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു ദൈവസങ്കല്പം അല്ലെങ്കിൽ ദേവസങ്കല്പമാണ് വരിക. എന്നാൽ ഇവിടെ ഇതിന്റെ സൂക്ഷ്മാർത്ഥം എന്ന് പറയുന്നത് ഗണം എന്നാൽ കൂട്ടം എന്നാണ്. പതി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടങ്ങളുടെ പതി. അതും നമ്മളിൽ കണ്ടെത്തണം നമ്മൾ ഗണപതി. അതാരാണ്? ഗണം എന്നാൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, കാത്, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഞാനെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഞാനെന്ന് പറയണമെങ്കിൽ കണ്ണ് വേണം, കാത് വേണം, കൈകൾ വേണം, കാല് വേണം, മനസ്സ് വേണം, ബുദ്ധി വേണം. അപ്പൊ ഇതിന്റെയൊക്കെ പതി ആരാണ്? അതായത് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നയിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്നത് നമ്മളിലെ വിവേക ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധിയുടെ പ്രതീകമാണ് ഗണപതി. അപ്പൊ നമ്മളിലെ എല്ലാം ബുദ്ധി ഉപയോഗിച്ച്, വിവേക ബുദ്ധി ഉപയോഗിച്ച് ദുർബല വികാരങ്ങളെ നാം നല്ല ചിന്തകളാക്കി മാറ്റണം. അതായത് ക്രോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ വിനയം വരണം. ആസക്തികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയണം, ആസക്തികൾ രോഗമാണ്, ആസക്തികൾ നമ്മളെ താഴോട്ട് കൊണ്ടുപോകും, ജീവിതം അധപ്പതിപ്പിക്കും. എനിക്ക് ജീവിതത്തിൽ ഉന്നതി നേടണമെങ്കിൽ ഞാൻ ഈ ആസക്തികളുടെ വശത്തിലേക്ക് വീഴരുത്. അപ്പോഴേ എനിക്ക് എന്നോട് ബഹുമാനമുണ്ടാവുള്ളൂ, സമൂഹത്തിന് എന്നോട് ബഹുമാനമുണ്ടാവുള്ളൂ. ഇതുപോലെ സ്വാർത്ഥത വരുമ്പോൾ ദാനം കൊണ്ട് സ്വാർത്ഥതയെ തോൽപ്പിക്കണം. ഇങ്ങനെ നല്ല ചിന്ത കൊണ്ട് ദുർബല വികാരങ്ങളെ തോൽപ്പിക്കുന്നതാണ് ദുർഗാദേവി മഹിഷാസുരമർദ്ദിനിയായി മാറുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സദ്ബുദ്ധിയാണ് ദുർഗാദേവി, നമ്മുടെ ഉള്ളിലുള്ള ദുർബല ചിന്തയാണ് മഹിഷാസുരൻ. അങ്ങനെ മഹിഷാസുരനെ മർദ്ദിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സദ്ബുദ്ധി കൊണ്ട് നാം മുന്നേറുമ്പോൾ അവിടെ ശ്രീ ഐശ്വര്യമുണ്ടാവുന്നു. അങ്ങനെ ഐശ്വര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അരിയിൽ എഴുതിക്കുന്നത്. അരി അന്നമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ സദ്ബുദ്ധി ഉണ്ടാവണം. അപ്പൊ ആ സദ്ബുദ്ധി എങ്ങനെയാ ഉണ്ടാവുക? അതിനാണ് നമ്മൾ ഓം, ഈശ്വരനുള്ള ഭക്തി, ഭഗവാനിലുള്ള ഭക്തി. ആരിൽ ഭക്തിയുണ്ടോ
അവരിൽ സദ്ബുദ്ധിയുണ്ട്. സദ്ബുദ്ധിയുണ്ടോ മഹിഷാസുരനായിരിക്കുന്ന ദുർബല വികാരങ്ങളെ നമുക്ക് തോൽപ്പിച്ചുകൊണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളും നേടാം എന്ന് ഓർമ്മിപ്പിക്കുന്ന ചടങ്ങാണ് ഹരിശ്രീ കുറിക്കൽ. ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നാളത്തെ നല്ല തലമുറകളായി അവർ മാറണം. കാരണം ഇന്ന് അവരുടെ മുന്നിലുള്ള ചാലഞ്ചസ് വളരെ കൂടുതലാണ്. പ്രലോഭനങ്ങൾ കൂടി വരികയാണ്. പെട്ടെന്നാണ് അവർ ഓരോ വികാരങ്ങളുടെ തീവ്രതയിൽ പലതിലേക്കും എടുത്തു ചാടുന്നത്. അപ്പം അവരുടെ ഉള്ളിലുള്ള സദ്ബുദ്ധി ഉണർത്താൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ ദുർബല വികാരങ്ങൾ അവരെ ഈയാംപാറ്റ പോലെ, തീ കണ്ട് ചാടുന്ന ഈയാംപാറ്റ എരിഞ്ഞു കത്തി തീരുന്നത് പോലെ ജീവിതം പൊലിഞ്ഞു പോകും. അങ്ങനെ പൊലിഞ്ഞു പോവാതിരിക്കാൻ, പ്രകാശിച്ചുജ്വലിക്കാൻ അവരെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഹരിശ്രീ കുറിക്കുന്ന വിജയദശമി ദിവസം. ഒരിക്കൽ കൂടി നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും വിജയത്തിന്റെ, ഐശ്വര്യത്തിന്റെ, അഭിവൃദ്ധിയുടെ അനുഗ്രഹം നേർന്നുകൊണ്ട് എല്ലാവരുടെയും ജീവിതം ധന്യധന്യമാവട്ടെ. ഹരി ഓം, പ്രണാമം.